അഞ്ചൽ ആർച്ചലിൽ വീട്ടുമുറ്റത്ത് സൂക്ഷിച്ചിരുന്ന പോലീസ് ഓഫീസറുടെ ബുള്ളറ്റ് അഗ്നിക്കിരയാക്കിയ സംഭവത്തിൽ 2 യുവതികൾ പിടിയിലായി. പോലീസ് കസ്റ്റഡിയിലിരുന്ന പ്രധാന പ്രതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിനെ തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോരുവഴി ശൂരനാട് സ്വദേശിനി 26-കാരിയായ ആതിരയുടെ സുഹൃത്ത് ഇടുക്കി സ്വദേശിനി ഗായത്രി എന്നിവരാണ് പിടിയിലായത്. ഇതിൽ ആതിരയാണ് വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ആർച്ചൽ പാലവിള വീട്ടിൽ വിവേകിന്റെ ബുള്ളറ്റാണ് കഴിഞ്ഞ രാത്രി അഗ്നിക്കിരയാക്കിയത്. വീടിന്റെ പൂമുഖത്തെ പടവുകളിൽ കരിയോയിൽ വീഴ്ത്തുകയും പോലീസുകാരനെ ഭീഷണിപ്പെടുത്തിയുള്ള കത്തും സമീപത്ത് വെച്ചിരുന്നു. സംഭവത്തെക്കുറിച്ച് അഞ്ചൽ പോലീസ് പറഞ്ഞത് ഇങ്ങനെയാണ്. പോലീസുകാരനായ വിവേകും ശൂരനാട് സ്വദേശിനി ആതിരയുമായി നേരത്തെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. എന്നാൽ വിവാഹം മുടങ്ങുകയും നഷ്ടപരിഹാരമായി വിവേകിന്റെ വീട്ടുകാർ 2.5 ലക്ഷം രൂപ നൽകുകയും ചെയ്തിരുന്നു. വിവാഹം മുടങ്ങിയതിന്റെ മുൻവൈരാഗ്യത്തിലാണ് ആതിര കഴിഞ്ഞ രാത്രി സ്ഥലത്തെത്തി ബുള്ളറ്റ് അഗ്നിക്കിരയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. തിരുവനന്തപുരത്ത് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കുന്ന ആതിര ഇടുക്കി സ്വദേശിനിയായ സുഹൃത്ത് ഗായത്രിക്കൊപ്പം ഓട്ടോറിക്ഷയിലാണ് കഴിഞ്ഞ രാത്രി വിവേകിന്റെ വീടിന് മുന്നിൽ എത്തിയത്. ഗൂഗിൾ പേ വഴിയാണ് ഓട്ടോറിക്ഷ കൂലി നൽകിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പിടികൂടിയത്. സംഭവം രാഷ്ട്രീയ പകപോക്കലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇവർ ഭീഷണിക്കത്ത് വീടിന് മുന്നിൽ തയ്യാറാക്കി വെച്ചത്. ഇരുവരെയും മെഡിക്കൽ പരിശോധനയ്ക്കായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തിങ്കളാഴ്ച വൈകിട്ട് എത്തിച്ചു മടങ്ങുമ്പോഴാണ് ആതിര വിഷം കഴിച്ചതായി പോലീസുകാർക്ക് വിവരം ലഭിച്ചത്. തുടർന്ന് ആതിരയെ വീണ്ടും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇരുവരെയും പിന്നീട് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ, പുനലൂർ.